ഇൻസൈഡിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നമ്മുടെ മെയിൻ ചാനൽ അറിയാലോ, അപ്പോൾ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളുടെ നേരെ വീഡിയോയിലോട്ട് പോകാം. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഫ്രണ്ടിലോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടാസ്കുകൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഈ ഒരു ചോളമാണെന്ന് തോന്നുന്നു, ഇത് കഴിയണം എന്തായാലും. നമുക്ക് എന്തായാലും മാക്സിമം വേഗത്തിൽ തന്നെ ഓടാം. ഓക്കെ, ഇവിടെ നിന്നും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണം. നല്ല മഴയാണ്, അതാണ്. അപ്പോൾ നമുക്കിനകത്ത് കുറേ ടാസ്കുകളുണ്ട്. ആ ഒരു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യലാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ സൈഡിൽ പന്നീനെയൊക്കെ കൊന്നിട്ടതാണോ ചത്ത് കിടക്കുന്നതാണോ കിടപ്പുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ ഈ ഡോറ് തുറക്കാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ മേലെ ഒരു വള്ളി എന്താണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലോട്ട് കയറി പോകണം. ഈ കോഴിക്കുഞ്ഞ് എന്തിനാണ് നമ്മുടെ പുറകെ വരുന്നത്? ഞാനിത് മുന്നേ കളിച്ചിട്ടുള്ളതാണ്, എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് പറയാം കോഴിക്കുഞ്ഞ് എന്തിനാണ് നമ്മുടെ പുറകെ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു വലിയൊരു മിഷൻ കാണാം. അപ്പോൾ ഈ ഒരു മിഷൻ വെച്ചിട്ടൊരു ടാസ്ക് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ ഒരു കോഴിക്കുഞ്ഞ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെ നമുക്ക് നമ്മളുടെ കൂട്ടത്തിൽ തന്നെ കൂട്ടണം. നമുക്ക് എന്തായാലും ഡോർ കൊടുക്കാം. ഓക്കെ, വരൂ. അപ്പോൾ ഈ ഒരു വലിയ മിഷനില്ലേ, അപ്പോൾ ഈ ഒരു മിഷൻ ഓണാക്കണം. അപ്പോൾ അത് എന്തിനു ഓണാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ അത് ഓണാക്കിയിട്ടേ കാര്യമുള്ളൂ. കാരണം അല്ലാണ്ട് നമുക്കിതിൻ്റെ മേലോട്ട് എടുത്ത് കയറി പോയാൽ നടക്കില്ല. അപ്പം ഈ ഒരു മെഷീൻ ഓണാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഇത് ഈ ലിവറല്ല ഇത് ഓണാക്കുന്നത്. അപ്പം ഇവിടെ ഒരു ഗിയറുണ്ട്, അപ്പോൾ അത് വലിക്കണം. ഓക്കെ, വലിക്കണം. പക്ഷെ നമ്മുടെ കൂടെ കണ്ടോ, ആ കോഴിക്കുഞ്ഞ് നമ്മുടെ കൂടെ തന്നെ ഇരിക്കണം. അപ്പം ഇതിൽ ഇനിയിപ്പോൾ ഈ ലിവർ വെച്ചിട്ടാക്കി കഴിഞ്ഞാൽ വെള്ളത്തിന് എന്തോ ഒരു എയർ മാത്രമേ പോകുള്ളൂ. നെല്ല് കുത്തുന്ന എന്തോ മെഷീനാണ് തോന്നുന്നത്. പക്ഷെ ഇതെന്താ ആകാശത്തോട്ടിരിക്കുന്ന മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് മാത്രമാവില്ല, ആ മേലെയുള്ള ബോക്സ് താഴെ വീഴുന്നു, അതിലാണ് ഇതിൻ്റെ പരിപാടി ഇരിക്കുന്നത്. ആ ബോക്സ് താഴെ വീണ് താഴെ വന്ന ബോക്സിൻ്റെ മേലെ കയറി വേണം അതിന് മേലോട്ട് പോകാം. എന്നാലേ ആ ഒരു ഈ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഓക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കോഴിക്കുഞ്ഞ് നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, അവിടെ ഒരു ഹോള് കണ്ടോ, അപ്പോൾ അതിന് മുന്നേ നമ്മൾ ലിവർ ഓണാക്കണം. അപ്പോൾ ആ ഒരു ഇതിനകത്ത് കൂടെ ബാക്കി ഇതായിട്ട് ഒരു കോഴിക്കുഞ്ഞിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് ആ ഒരു ബോക്സ് ഇതാകും. സെറ്റ് ടാസ്ക്. ഇനിയിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോക്സ് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രണ്ടിലോട്ട് നീക്കണം. ഓക്കെ, ഫ്രണ്ടിലോട്ട് നീക്കി ഇനിയിപ്പോൾ മേലെ കയറണം. എന്നിട്ട് കോണിയുണ്ട്. ഞാനിതൊരു 3-4 പ്രാവശ്യമൊക്കെ കളിച്ചാട്ടോ. പക്ഷെ എന്നിരുന്നാലും ചില ടാസ്ക് എത്തുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോകും. കാരണം നമുക്ക് പിടുത്തം കിട്ടില്ല. ചിലത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് എങ്ങനെയൊക്കെ അൽക്കുലത്തായിട്ടുള്ള രീതിയിൽ സെറ്റാവും. പിന്നെ മേലോട്ട് ചാടി ഫുള്ള് പന്നിയാണ്, പന്നിയിലാണ് ഫുള്ള് കളി. ഇനി നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അങ്ങോട്ട് നോക്കി വെക്കാം. ഓക്കെ.
ഫുള്ള് മഴയായതുകൊണ്ടേ ചെളിയൊക്കെയാണ്, അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പം ഈ ഒരു കമ്പിവേലി ക്രോസ് ചെയ്യണം, ചാടാം. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങോട്ട് എന്ത് ടാസ്ക് ആണാവോ? ഇവിടെ ഒരു പന്നിയുണ്ട്, കുറച്ച് സീനാണ്. ഇടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എണീക്കാൻ പറ്റൂല, അതാണ് പോയി. എങ്ങനെയാലും ഈ ഒരു ടാസ്ക് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണം. കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പോകണം. കറക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്ന സാധനം അത്യാവശ്യം. രക്ഷയില്ല. ചത്തട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു സാധനം കണ്ടോ, മേലുള്ള ഒരു കിരീടം പോലത്തെ. അപ്പോൾ ആ ഒരു കിരീടം വെച്ചിട്ട് അത് അവിടെയുള്ള മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്യണം. ആ ഒരു കൺട്രോൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് ഉള്ള വഴി ഒരുക്കണം. അപ്പോൾ ആ ഒരു വഴി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ പന്നീനെ നമുക്ക് ഹെൽപ്പായിട്ട് കൂട്ടണം. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വലിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു കിരീടം നമ്മുടെ തലയിലോട്ട് കൺട്രോൾ ചെയ്യണം. എന്നിട്ട് അപ്പോൾ കണ്ടോ ആ മനുഷ്യന്മാർ ഏതായല്ലോ. അപ്പോൾ ഈ ജയിലിൻ്റെ അപ്പുറത്തും 2 പേരുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും 2 പേരുണ്ട് പുറത്ത്. പക്ഷേ ഈ 2 പേരെ കൊണ്ട് ആവൂല ഈ സാധനം ഇതാവാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് മുന്നോട്ടുള്ള വഴിക്ക് എന്ന് പറഞ്ഞാൽ 4 പേര് വേണം. അപ്പോൾ ആ ഒരു ജയിലിലുള്ള ആൾക്കാരെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ അതിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കറക്റ്റ് ഒരു പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, 4 പേര് വെച്ചിട്ട് നമ്മൾ ഈ ഗേറ്റ് വന്നിട്ട് എന്നിട്ട് 4 പേരെ പുറത്ത് കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് ഇയാളങ്ങോട്ട് വന്നു, എന്നിട്ട് ഇത് വലിക്കണം. തള്ളുമല്ല, വലിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള വഴി സെറ്റായി. ഇപ്പം എന്ത് ചെയ്യുക, നേരെ ഇടുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഷട്ടറുണ്ട്, അത് തുറക്കണം. മഴ കഴിഞ്ഞു, വെയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഹായ്, അവിടെ ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയല്ലേ ഫുള്ള്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് മെയിൻ. ഇതുണ്ടോ ആ ഒരു ലാബിലോട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടോ. നേരത്തെ നമ്മൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ഒരു വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന കണ്ടില്ലേ. ഇതിനകത്തുള്ളവന്മാർ മൊത്തം ക്രൂരന്മാർ, എന്തോ പരീക്ഷണത്തിനായിട്ട് കൊണ്ടുവന്നതാണ്. അത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഒരു ചെങ്ങലുണ്ട് മേലോട്ട്. അപ്പോൾ ആ ഒരു ചെങ്ങലിലോട്ട് കയറി പോകണം. അപ്പോൾ അതിനായിട്ട് ഈ ചെങ്ങല നമ്മൾ താത്തണം. അപ്പോൾ താഴ്ത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഫ്രണ്ടിലോട്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരണം. ഓക്കെ, ഇനി ഇതാട്ടിയിട്ട് മേലോട്ട് കയറണം. ഓക്കെ, സെറ്റ്. ഇപ്പം ഫ്രണ്ടിലോട്ട് വഴി കാണുന്നില്ലോ. ഇവിടെ വരെ വന്നിട്ട് എങ്ങോട്ടോ പോവുമായിരുന്നു. താഴെ പോയി നോക്കാം. പക്ഷേ ഇവിടെ ആ വഴി ഈ ബോക്സ് ഇങ്ങോട്ട് വലിച്ചിട്ട്, പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. പുറകിലൊന്നുമല്ല, പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് എൻ്റെ പരിപാടികൾ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ മേലെ തന്നെ ഉണ്ട്. മേലെ തന്നെ, കാരണം നമ്മളവിടെ മേലെ നിന്നിട്ട് ആ ജനലിൻ്റെ അവിടെ വരെയല്ലേ പോകുള്ളൂ, പൊക്കി നോക്കിയില്ലല്ലോ.
അപ്പോൾ ജനലിൻ്റെ അവിടെ നിന്ന് നമ്മൾ ജനൽ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിലൂടെ പോകണം. അങ്ങനെയാണ്, ഉറപ്പാണ്. ഓ കോപ്പ്. ഇപ്പം എന്തായാലും അതിലോട്ട് വലിയ കയറാം. സെറ്റ്. ഓക്കെ. ഇവിടുത്തെ ആ ജനലിൻ്റെ അവിടെ നമ്മൾ പൊക്കി നോക്കിയില്ലല്ലോ, നേരെ അങ്ങ് പോകല്ലേ ഇത് കണ്ടോ. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു, വെറുതെ താഴെ പോയി സമയം കളഞ്ഞു. ചീള പിടിച്ചോട്ടെ. അപ്പോൾ ഇനിയിപ്പം മേലെ ഒരു സംഭവമുണ്ട്, ഒരു ടാസ്ക്കാണത്. അപ്പോൾ ആ ഒരു സംഭവത്തിലോട്ട് നമ്മൾ എത്തണം. അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ആവാനായിട്ട് ടൈമായി. അപ്പം ഈ ഒരു ടാസ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗിയറുണ്ട്. അപ്പോൾ ആ ഒരു ഗിയർ ഇതാക്കിയിട്ട് നമ്മൾ ഈ ഒരു സംഭവമില്ലേ ഇവിടെ തൂക്കിയിട്ടേക്കുന്നത്, ഞാൻ മേലോട്ട് പോക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ബോക്സ് കണ്ടില്ലേ പോയിരുന്ന വഴിക്ക്, ആ ഒരു ബോക്സാണ് ശരിക്കും പറഞ്ഞ ടാസ്ക്. അപ്പോൾ അതിലോട്ട് നമുക്ക് എത്തണം. അതായത് ഈ ലിവർ പൊക്കിയിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു വഴി ഒരുക്കാം. കൊച്ചി രാജാവിൽ പറയുന്ന പോലെ, രാജാവിന് വഴി ഒരുക്കടാ എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് വന്നു. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ബോക്സ് എന്തിനാണ് താഴോട്ടിടുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.